ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും, അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെയും 2ാമത്തെയും പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് 2 പാർട്ടിലായിട്ട് നമ്മൾ ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് എന്താണെന്നും ഫുഡ് വെബ് എന്താണെന്നും ഡിഫറെൻറ്റ് ഫുഡ് വെബ്, ഫുഡ് റിലേഷൻഷിപ്പ്, ഹാബിറ്റേറ്റ്, ഫുഡ് ചെയിൻ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. നമുക്ക് ഇന്നത്തേത് നോക്കാം. ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നോക്കൂ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം ഒന്ന് മാത്രം തന്നിട്ടുണ്ട്. ബാക്കി നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ വേണം? കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഫുഡ് പ്ലാന്റ്സിന് ഫുഡ് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ, ആഹാര നിർമ്മാണം നടത്തണമെങ്കിൽ എന്തൊക്കെ വേണം? കാർബൺ ഡയോക്സൈഡ്, സൂര്യപ്രകാശം, വെള്ളം, ക്ലോറോഫിൽ അതായത് ഹരിതകം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കൂ, സൂര്യപ്രകാശം വന്ന ഇലയിൽ പതിക്കുന്നത്, പിന്നെ എന്തോന്നാണ് കാർബൺ ഡയോക്സൈഡ്, പിന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ പിന്നെ വെള്ളം വലിച്ചെടുക്കുന്നത്. ആ ഒരു പിക്ചറിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, നോക്കൂ, പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തിന് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. കാർബൺ ഡയോക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. മനസ്സിലായ ഫോട്ടോസിന്തസിസ് എന്താണെന്ന്? ഏതൊക്കെ? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, പിന്നെ സൺലൈറ്റ്, ഇത്രയും വെച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് എന്തോന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഈസ് ദ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. പിന്നെ എന്തോന്നാണ്? ഇലകളിൽ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പിന്നെ എന്തോന്നാണ്? ക്ലോറോഫില്ലാണ്. വേറെ ഒന്ന് ക്ലോറോഫില്ലും കൂടെ സഹായിക്കുന്നുണ്ട്. ഇലകളിൽ കാണുന്ന പച്ച നിറത്തിലുള്ള ക്ലോറോഫിൽ, ഹരിതകം. പിന്നെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തോന്ന് ഉണ്ടാവുന്നു? ഈ ഒരു ഫോട്ടോസിന്തസിസ് വഴി എന്തോന്നാണ് റിലീസ് ചെയ്യുന്നത്? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ മനസ്സിലായ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം പാകം ചെയ്യുന്നു. ഒപ്പം ക്ലോറോഫില്ലും കൂടെ വേണം. അതും കൂടെ ചേർത്ത് ആഹാരം പാകം ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി പുറത്തേക്ക് പോകുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, അടുത്ത് നോക്ക്, സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജം ലഭിക്കാൻ. യു ഹാവ് സീൻ ദ സൺലൈറ്റ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന്, ഇല്ലേ? പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായി ഏത് ഭാഗം വഴിയാണ്? ഏത് ഭാഗം വഴിയാണ്? ലീവ്സ് വഴി. ഒബ്സർവ് ദ പിക്ചർ നോക്ക്. എല്ലാ ഇലകളും ഇങ്ങനെ മുകളിലോട്ട് ആകാശത്തോട്ട് ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിലല്ലേ ഇരിക്കുന്നത്? The leaves of plants are arranged in such way that they receive maximum sunlight. ഈ രീതിയിൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരമാവധി സൺലൈറ്റിന് പതിക്കത്തക്ക രീതിയിലാണ് ലീവ്സ്, സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലാണ് ലീവ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, സൺലൈറ്റ് മാക്സിമം സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഇതിൽ നോക്കൂ, ഏത് ലീവ്സ് എടുത്താലും അതെല്ലാം സൂര്യപ്രകാശത്തിന് നേരെ വരത്തക്ക രീതിയിലാണ് എല്ലാ ഇലകളും നിൽക്കുന്നത്, അല്ലേ? ഈ പിക്ചറുകളിൽ എല്ലാം അങ്ങനെയാണ് കാണുന്നത്. നോക്ക്, ഹിബിസ്കസിന്റെ ആണെങ്കിലും തുളസിയുടെ ആണെങ്കിലും ബ്ലാക്ക് ബോർഡ് ട്രീ, ഇതൊക്കെ അങ്ങനെയാണ് ഏഴിലമ്പാല ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒബ്സർവ് ദ പ്ലാന്റ്സ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഗ്രൂപ്പ് ദം അക്കോർഡിംഗ്
ടു ദ സിമിലാരിറ്റിയോ ഇൻ ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ലീവ്സിന്റെ അറേഞ്ച്മെന്റ്സിലുള്ള സിമിലാരിറ്റി അനുസരിച്ച് പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ഇവിടെ ചെമ്പരത്തി പോലുള്ളവ സിമിലർ ടു ഹിബിസ്കസ്, അതിൽ മാംഗോ ട്രീ മാത്രം തന്നിട്ടുണ്ട് ഇല അതുപോലെയുള്ളത്. പിന്നെ എന്തോന്നാണ്? സിമിലർ ടു തുളസി പോലുള്ള ചെടികൾ. പിന്നെ സിമിലർ ടു ഏഴിലംപാല പോലെയുള്ള ചെടികൾ. വേറെ ഏതൊക്കെയാണ് ആ മോഡലിൽ വരുന്ന ഇലകൾ, ആ ഒരു രീതിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ആദ്യം ഹിബിസ്കസിന്റെ ആണെങ്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? സൺഫ്ലവർ, കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, മസ്റ്റാർഡ്, ഇതൊക്കെ ആ ഒരു രീതിയിലുള്ള ഇലകളാണ് വരുന്നത്. എല്ലാം ഒരുപോലത്തെ രീതിയിലുള്ളതാണ് വരുന്നത്. ഏതൊക്കെ? ചെമ്പരത്തി പോലുള്ളവയിൽ മാവ്, തെങ്ങ്, സപ്പോട്ട, സൂര്യകാന്തി. അടുത്ത് സിമിലർ ടു തുളസി പോലെയുള്ളതിലാണെങ്കിൽ ഗുവ, മിന്റ്, റോസ്, ഇസോറ, തെച്ചി അതുപോലെയുള്ളതെല്ലാം ഒരേ വർഗത്തിൽപ്പെടുന്നതാണ്. സിമിലർ ടു ഏഴിലംപാല അതിന്റെ ലീവ്സ് പോലെ വരുന്നത് ഏതൊക്കെയാണ്? പൈനാപ്പിൾ ഒക്കെയാണ്. സിമിലർ ടു ഏഴിലംപാലയുടെ ഇല പോലെ വരുന്നത് ഏതൊക്കെയാണ്? ആസ്പാരഗസ്, പൈനാപ്പിൾ, സെപ്രസ്, അരളി. ഇതല്ല ഏതൊക്കെ? കോളാമ്പി, ശതാവരി, എരുക്ക്, അരളി എല്ലാം അതിൻ്റെയൊക്കെ ലീവ്സ് എല്ലാം ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്ക്. ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ, ഇലപ്പച്ചയ്ക്ക് പിന്നിൽ. നോക്ക്. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ, but you must also have noticed multicolored leaves. Color the different colors leaves from your surroundings. നമ്മളെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇലകൾക്കെല്ലാം പച്ച നിറമാണെന്ന് അറിയാം. എന്നാൽ ചില ചെടികൾക്ക് ഇലകളിൽ മൾട്ടി കളർ, പലതരത്തിലുള്ള കളറുകൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ചില ചെടികൾ ഇലകൾ മാത്രം ആ ഒരു രീതിയിൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ വളർത്താറുണ്ട് ഇല്ലേ? ഇലയുടെ കളർ ചേഞ്ചസ് ഉണ്ട്. അതെന്താണ് കാര്യം? ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ, എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. നിങ്ങളുടെ പരിസരത്ത് നിന്ന് വ്യത്യസ്ത നിറമുള്ള ഇലകൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യത്തിന്റെ പേര്, ഇലയുടെ നിറവും എഴുതാനാണ്. നോക്ക്. സ്പിനാച്ച് റെഡ് കളറ്, ബോൾട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം അതും ഗ്രീൻ. റെഡ് ക്യാബേജ് റെഡ്. നമ്മളിപ്പോൾ കളക്ട് ഡിഫറെന്റ് കളേഴ്സ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ലീവ്സിനെ കളക്ട് ചെയ്യുക. എന്നിട്ട് റെബ് ദ കളക്റ്റഡ് ലീവ്സ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ. അത് ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ കാണുന്ന നിറം എന്താണ്, നമ്മൾ ഇലയിൽ യഥാർത്ഥത്തിൽ കാണുന്ന നിറം എന്തെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്പിനാച്ച് എടുത്താൽ അതിന്റെ കളറ് റെഡ് കളറാണ്. അത് നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കളറാണ് വരുന്നത്? ഗ്രീൻ കളർ. റെഡ് ക്യാബേജ് സെയിം കളർ റെഡ്, അത് നമ്മൾ അതിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഗ്രീൻ കളറാണ് വരുന്നത്. ഗോൾഡൻ പോത്തോ യെല്ലോ കളറാണ്, അത് നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ കളറായിട്ട് വരും. പർപ്പിൾ കളറാണ്, അതും നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ കളറായിട്ട് വരും. ചീര ചുവപ്പ് നിറം, അതിന് നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് പച്ച നിറമായിട്ട് വരും. ചുവന്ന കാവേജ് ചുവന്ന നിറമാണ്, പക്ഷെ റബ്ബ് ചെയ്യുമ്പോൾ പച്ചയായിട്ട് വരും. ക്രോട്ടൺ മഞ്ഞ പച്ച നിറമായിട്ട് വരും റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക്. പർപ്പിളാണ്, റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് പച്ച നിറമായിട്ട് വരും. അപ്പൊ ഇതൊന്ന് എന്തെങ്കിലും മനസ്സിലാക്കാം. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ലീവ്സിന് ഗ്രീൻ പിഗ്മെന്റ് നൽകുന്നത് ആരാണ്? ക്ലോറോഫില്ലാണ് ഗ്രീൻ പിഗ്മെന്റ് നൽകുന്നത്. ഇലകളിലെ പച്ച നിറത്തിന്റെ വർണ്ണവസ്തു ഏതാണ്? ഹരിതകമാണ് ഇലകളിൽ പച്ച നിറം കാണുന്നതിന് സഹായിക്കുന്നത്. ഓക്കെ, നോക്ക്. ഡൈവേഴ്സിറ്റി ഇൻ കളർ. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. The flowers and leaves in different colors. You have seen that the reason for the green color is chlorophyll having dew. What are the pigment that cause other colors? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കാനാണ് വിവിധ നിറത്തിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? റെഡ് നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണവസ്തു എന്തോന്നാണ്? ആന്തോസിയാനിൻ. എന്തോന്നാണ് റെഡ് കളറിന് കാരണം? ആന്തോസിയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണം എന്തോന്നാണ്? കരാറ്റിൻ. യെല്ലോ നിറത്തിന് സാന്തോഫിൽ.
കണ്ടാ? ചുവപ്പ് നിറത്തിന് കാരണം എന്തോന്നാണ്? ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കരാട്ടിൻ, മഞ്ഞ നിറത്തിന് സാന്തോഫിൻ. അത് പഠിക്കണേ. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, വാതക വിനിമയം സസ്യങ്ങൾ. Did you understand that carbon dioxide is the gas used for photosynthesis? Which of these gases are used for living organism to respiration? അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഓക്സിജൻ. അത് നമുക്കറിയാന്നുള്ളതാണ്. നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഈസ് ദെയർ ഓൺലി കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഉള്ളത്? ആണോ? അല്ല. അന്തരീക്ഷത്തിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വാതകങ്ങളാണുള്ളത് എന്നുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, ബാക്കിയുള്ള അതർ ഗ്യാസസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത് ഇറ്റ് ടു ഗെറ്റ് എനർജി. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്ക് ഊർജം ആവശ്യമില്ലേ? ഓക്കെ. ഷുഡിന്റ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി? ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? ഉണ്ട്, ഇല്ലേ? യെസ്, റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. പ്ലാന്റ്സിന് ആവശ്യമാണ്. ആൾ ലിവിംഗ് ബീങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ജീവനുള്ളവയും ലിവിംഗ് ബീങ്സ് ഓക്സിജനാണ് ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ റിസൾട്ട് ശ്വസനഫലമായിട്ട് നമുക്ക് എന്താണ് തിരികെ പോകുന്നത്? കാർബൺ ഡയോക്സൈഡ്. ആനിമൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. Carbon dioxide produced as a result of respiration by plants is used for photosynthesis during daytime. Carbon dioxide from the atmosphere is also used for plants for photosynthesis. ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം തന്നെ ഉണ്ടോന്ന് പരിശോധിക്കാനാണ്. യെസ്, ഒബ്സർവ് ദ ലീഫ് ഒബ്സർവ് ചെയ്ത് എഴുതാനാണ്. അപ്പം നമുക്കറിയാം സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും ശ്വസന ഫലമായി എന്തോന്ന് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങൾ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇലകളിലൂടെ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇലകളിലൂടെയാണ്. അപ്പൊ ഇലകളിലൂടെ പ്രവേശിക്കണമെങ്കിൽ ഇലകൾക്ക് സുഷിരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഇതാ നോക്ക്, നമുക്ക് കണ്ണുകൾ കൊണ്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ദീസ് മൈക്രോസ്കോപ്പിക് pores is in the leaves are known as stomata. It is through these pores atmospheric air enters into the plant. അപ്പൊ ഈ മൈക്രോസ്കോപ്പിക് പോഴ്സ്, ലീവ്സിൽ കാണുന്ന ആ പോഴ്സിന് എന്തോന്ന് പറയുന്നു? ചെറിയ സുഷിരങ്ങൾക്ക് എന്തോന്ന് പറയും? സ്റ്റൊമാറ്റ എന്ന് പറയും. These pores atmospheric air enters the plant. ഈ പോഴ്സിനുള്ളിലൂടെയാണ് അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലോട്ട് പോകുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോഴ്സ്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതുവഴിയാണ് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? രണ്ട് പടം തന്നിട്ടുണ്ട്. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ? ഓക്സിജൻ മാത്രമാണോ, സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നതെന്ന് നോക്കുക. ഒരു അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് അതെന്തോന്നാണ് പകൽ സമയത്ത് റെസ്പിറേഷൻ നടത്തി ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഓക്സിജൻ
കാർബൺ ഡയോക്സൈഡ് ആ ഒരു ശ്വസനം നടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ, ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്, ആതിഥേയന് അതിഥികൾ. ഒക്കെ ഒരു മാവിന്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഐ ആം മാംഗോ ട്രീ, ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഐ ആം വാന്ത, ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴ അത് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നോക്ക്, ഐ ആം ലോറന്തസ്, ഐ ആൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇത്തിൾ പറയുന്നത്. അടുത്തൊക്കെ, ഐ ആം കാസ്കറ്റ, ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്, ഐ ഒബ്സോർവ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഞാൻ മൂടില്ലാത്ത ആളെ, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഈ മാവിൽ നിന്ന് ജീവിക്കുന്ന പല ചെടികളാണ് നമ്മൾ ഈ കണ്ടത്. ആതിഥേയന് അതിഥികളും. നോക്കിക്കോ, എന്തൊക്കെ, ദീസ് പ്ലാന്റ്സ് ഗെറ്റ് സൺലൈറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ ദ സെയിം വേ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവയുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? ആരൊക്കെയാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നത്? ബട്ട് ഹൗ ദേ ഗെറ്റ് വാട്ടർ, അവർക്ക് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത്? ഇതിനൊക്കെ ഇവര് സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജലമൊക്കെ ഏതിൽ നിന്നാണ്? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്ന്, അല്ലേ? നോക്ക്, the small roots help the vanda to grow by clinging on the tree. The thick root absorb moisture from the atmosphere. They depend on host plants only for habitat. Such plants are called epiphytes. Orchid are examples of epiphytes. അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതില് ഏതാണ്? മരവാഴ. അത് മരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ അതിനാവശ്യമായിട്ടുള്ള വാട്ടർ എവിടെ നിന്നാണ് അത് വലിച്ചെടുക്കുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പൊ കഴിയാൻ വേണ്ടി മാത്രം ഒരു ചെടിയെ ആശ്രയിക്കുകയും വാസത്തിന് വേണ്ടി മാത്രം ഒരു ചെടിയെ ആശ്രയിക്കുകയും ബാക്കിയെല്ലാം സ്വയം ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് എന്തോന്ന് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്മാൾ റൂട്ട്സ് ഹെൽപ് ടു വാന്ത ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ദ tree onto the tree. The thick root absorb moisture from the atmosphere. They depend on host plants only for habitat. Such plants are called epiphytes. Orchid അതിനൊരു എക്സാമ്പിൾ ഏത് പറയാം? ഓർക്കിഡ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ഓർക്കിഡ് പറയാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തെന്തോന്നാണ്? സെമി പാരസൈറ്റ്. നോക്ക്, ലോറന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ host plant. Therefore plant like ലോറന്തസ് ആർ സെമി പാരസൈറ്റ്. അപ്പൊ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു. സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. എന്തോന്നൊക്കെയാണ് അത്? വെള്ളവും മിനറൽസും, അതിനാവശ്യമായിട്ടുള്ള ജലവും മിനറൽസും ഹോസ്റ്റ് ഏത് പ്ലാന്റിലാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അങ്ങനെ അതിനെ ആശ്രയിച്ച് ഏകദേശം പകുതി ആ ഒരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവയെ സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. സെമി പാരസൈറ്റ്, അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എക്സാമ്പിൾ ഏതാ പറയാ? ലോറന്തസ്,
എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്ത് നോക്ക്. Cuscata plants have roots that can absorb nutrients from the host plant. They are also called ടോട്ടൽ പാരസൈറ്റ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ല താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. എല്ലാത്തിനും ആ സസ്യത്തെ, ആതിഥേയ സസ്യത്തെ, ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അതുപോലെയുള്ള പ്ലാന്റ്സിനെ എന്തോന്ന് പറയാം? ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെ? എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വാസത്തിന് മാത്രം ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുകയും ബാക്കിയെല്ലാം സ്വയം ചെയ്യുകയും ചെയ്യുന്ന പ്ലാന്റ്സിനാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ഏത് പറയാം? ഓർക്കിഡ് പറയാം. രണ്ടാമത്തത് ഏതാണ്? സെമി പാരസൈറ്റ്. സെമി പാരസൈറ്റ് എന്ന് പറയുമ്പോൾ വാട്ടറും മിനറൽസിനും വേണ്ടി ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നു, പകുതി കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളതിന് സെമി പാരസൈറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ ഏത് പറയാം? ലോറന്തസ് പറയാം. അടുത്തെന്തോന്നാണ്? ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനു വേണ്ടിയും ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നവയാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. കസ്കറ്റ പ്ലാന്റ്സ് ടോട്ടൽ പാരസൈറ്റിന് എക്സാമ്പിൾ പറയാം. ഓക്കെ. All living beings in nature depends on each other to survive. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതോടെ ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. ഇതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ആഹാര നിർമ്മാണത്തിന് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് നോക്കുക. അടുത്ത എന്താണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്നുള്ളത് കാര്യം നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ലീവ്സിൽ ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണവസ്തു എന്ന് പറയുന്നത് ഹരിതകമാണ്. പിന്നെ ഡിഫറെന്റ് കളേഴ്സ്, പല നിറം നൽകുന്ന പിഗ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത് അത് പഠിക്കുക. പിന്നെ എന്താണ് സ്റ്റൊമാറ്റ എന്നുള്ളത് പഠിക്കുക. എന്താണ് എപ്പിഫൈറ്റ് എന്നുള്ളത്, സെമി പാരസൈറ്റ്, പിന്നെന്താണ് ടോട്ടൽ പാരസൈറ്റ്. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കി നോട്ടും ലെറ്റേഴ്സും മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.